ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. ഒരു ടെമ്പിൾ പ്രിൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഒരു ഡിസൈനിങ് ആണ് ഇത് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മളൊരു കട്ട് വർക്ക് എഫക്റ്റ് വരുത്തുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഇത് ചെയ്യുന്നത്. കട്ട് ചെയ്യുന്നുമില്ല, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ എംബ്രോയ്ഡറി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, എന്നാലും ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഭംഗി തന്നെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ നടുക്ക് നമുക്ക് ഒരു മിററൊക്കെ വെച്ച് നമുക്ക് അത് നല്ലതാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഇത് തയ്ക്കാനായിട്ട് 6 സ്ട്രാൻഡ്സ് ആണ് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ ബാറെല്ലാം തയ്ക്കാം. ശരിക്കും കട്ട് വർക്കിന് എങ്ങനെയാണ് ട്വൈൻ ഇട്ടിട്ട് ചെയ്യുന്നത്, ഞാൻ ഹാൻഡ് കട്ട് വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെയാണ് ഡിസൈനിങ് വരുന്നത്, വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഉള്ളിൽ നിന്ന് എടുക്കണം. വരയിൽ പുറത്തത്തെ വരയിൽ തൊടാണ്ട് ഉള്ളിൽ നിന്ന് എടുക്കുക. 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് നമ്മൾ തയ്ക്കുകയാണ്. അപ്പോൾ ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് 2 വട്ടം നമ്മൾ തയ്ക്കുന്നു. ഒരു വട്ടവും കൂടെ ഇതിൻ്റെ മേളിൽ കൂടെ തന്നെ എടുത്ത് ഒന്നുകൂടെയും ഇതിൻ്റെ മേളിൽ തയ്ക്കുകയാണ്. ആ സെയിം പോയിൻറ്റിൽ തന്നെ എടുത്ത് സെയിം പോയിൻറ്റിൽ തന്നെ താത്തുക. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ തയ്ച്ചിരിക്കുന്ന ആ സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒന്നെങ്കിൽ ഇവിടെ കുത്തിയെടുക്കാം, അതല്ല എന്നെങ്കിൽ ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ തന്നെയാണ് എടുക്കുന്നത്. ഇങ്ങനെ കുത്തിയെടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വെറുതെ ചുറ്റിച്ചെടുക്കുക. ഈ ബാറിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വെറുതെ ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കുകയാണ്. നല്ലോണം ടൈറ്റ്ലി ചുറ്റിയെടുക്കുക. അപ്പോൾ ഓവർലാപ്പ് ചെയ്ത് വരരുത്, ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് വരരുത്. അടുത്ത ചുറ്റിൽ ആദ്യം വരച്ച് നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ മേളിൽ തന്നെയാണ് വരാൻ പോകുന്നത്, അല്ലാണ്ട് നേരത്തെ ചുറ്റിയതിൻ്റെ മേളിലോട്ട് കയറി വരരുത്. നല്ലോണം വലിച്ച് തന്നെ ഇരിക്കുക, ഇങ്ങനെ ലൂസാക്കി അഴച്ചിടരുത് കേട്ടോ. ത്രെഡ് നല്ലോണം വലിച്ച് ടൈറ്റാക്കണം. ഒരു വട്ടവും കൂടെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് വെച്ചാൽ മതി. അപ്പോഴേ നമ്മുടെ ഇതിൻ്റെ മേളിലുള്ള ആ ബാറ് തയ്ച്ച് കഴിയും. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ താത്തുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ എല്ലാ ബാറും നമുക്ക് ഫില്ല് എടുക്കാം. ഇതിപ്പോൾ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ അല്ലാത്തതുകൊണ്ട് താഴത്തെ കൂടെ വലിച്ചെന്ന് വെച്ച് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ കുത്തിയെടുത്തിട്ട് പിന്നെ ഇങ്ങനെ വലിക്കണം, അല്ലാണ്ട് വെറുതെ ഡയറക്റ്റ്ലി ഇങ്ങോട്ടേക്ക് പോകരുത്. ഇവിടെ പൊക്കിയിട്ട് താത്തിയിട്ട് അങ്ങനെ അങ്ങോട്ടേക്കാണ് പാസ് ചെയ്യേണ്ടത് കേട്ടോ. ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ അല്ല, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി ഇങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു വട്ടവും കൂടെ ഇതിൻ്റെ മേളിൽ കൂടെ ആദ്യം കാണിച്ചു തരാം. തന്നെ സെയിം പോയിൻറ്റ് ഇവിടെ എടുക്കുക. 6 സ്ട്രാൻഡ്സ് ഇട്ട് തയ്ക്കുക, അല്ലെങ്കിൽ പേൾ കോട്ടൺ ത്രെഡ് ആണെങ്കിൽ ഒരു സിംഗിൾ സ്ട്രാൻഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ കുത്തിയെടുക്കുക. ഇതുവരെ കുത്തിപ്പൊക്കി എടുക്കുകയാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതിൻ്റെ അടിയിൽ കൂടെ വെറുതെ തന്നെ ചുറ്റിയെടുക്കുന്നു. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കണ പോലെ തയ്ക്കരുത് കേട്ടോ, അപ്പോൾ അത് വേറെ ഡിസൈനായി പോകും. ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ചാകും. അപ്പം അത് തയ്ക്കരുത്. വെറുതെ ഇതിന് ഈ ത്രെഡിൻ്റെ മേളിൽ കൂടെ നമ്മൾ വേറൊരു ത്രെഡ് ചുറ്റിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ബാക്കിയത്തെ എല്ലാ ലൈൻസും നമുക്ക് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാറെല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ബാറും നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഔട്ട്ലൈനാണ് കൊടുക്കേണ്ടത്. ഔട്ട്ലൈൻ നമുക്ക് എന്ത് സ്റ്റിച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം, റോപ്പ് സ്റ്റിച്ചോ എന്തായാലും. പക്ഷെ അടുപ്പിച്ച് തയ്ക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് തയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്, എന്നിട്ട് അപ്പുറത്തോട്ട് പോകാം. അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആണെങ്കിൽ ഇതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടാകും. ഇത് ട്രാൻസ്പെറൻറ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വലിച്ചെടുത്ത് തയ്ക്കാം. ഇനി ഇത് നമ്മൾ അടുപ്പിച്ചത് 6 സ്ട്രാൻഡ്സ് തന്നെയാണ് സ്റ്റെമ്മും തയ്ക്കുന്നത്. അടുപ്പിച്ച് വേണം സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാൻ. ഒട്ടും അകത്താതെ തൊട്ടടുത്തായിട്ട് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുക, എന്നാലാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ.
ഇങ്ങനൊരു കർവ് വരുമ്പം അവിടെ ഒരു ബെൻഡ് വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് അടുത്ത സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അങ്ങനെ ആ ബെൻഡിങ് എന്നാലും ആ ഒരു വളവ് നമുക്ക് ആ പോയിൻറ്റിങ് അതുപോലെ കിട്ടണമെങ്കിൽ അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം. കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ ഷാർപ്പ് എഡ്ജ് നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഔട്ട്ലൈനും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മളിതിൻ്റെ നടുക്ക് ഒരു സ്ക്വയർ മിററാണ്. അത് നമ്മൾ ഇതിങ്ങനെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് അതും ഒന്നും കൂടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ശരിക്കും ഒരു ട്രഡീഷണൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ ലുക്ക് കിട്ടും. അതുപോലെ ഫുൾ ബോർഡർ നമ്മളിപ്പോൾ സാരി ആണെങ്കിൽ സാരിയുടെ ഫുൾ ബോർഡർ ഇതുപോലെ തയ്ക്കുകയാണെങ്കിൽ ഒരു ഷൈനിങ് എഫക്റ്റും അതുപോലെ തന്നെ ഈ ത്രെഡ് വർക്കും കൂടെ വരുമ്പം നല്ല ഭംഗിയായിരിക്കും. സാരിയുടെ ഫുൾ ബോർഡർ അല്ലെങ്കിൽ ദുപ്പട്ടയുടെ ഫുൾ ബോർഡർ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വേണമെങ്കിൽ ഫെവിക്വിക്ക് വെച്ചിട്ട് ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് എളുപ്പമായിട്ട് ഫിക്സ് ചെയ്യാവുന്ന മെത്തേഡാണ്. ജസ്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ 6 strands എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് നമ്മളിതുപോലെ കുത്തിയെടുക്കുകയാണ്. ത്രെഡ് ഞാൻ മിറർ ഫിക്സ് ചെയ്തിട്ടില്ല. ഫിക്സ് ചെയ്താൽ നല്ലത്. ഒട്ടും നമുക്കിങ്ങനെ മുറുക്കെ പിടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഈ സൈഡ് എന്നുവെച്ചാൽ എല്ലാ സൈഡിലും 4 സൈഡ്സിലും ഇതുപോലെ തന്നെ ടൈറ്റ്ലി വെച്ചിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഒരു സൈഡായി. അതുപോലെ തന്നെ മറു സൈഡ് നമുക്ക് ചെയ്യാം. ഇതുപോലെ ബാക്കിയത്തെ 2 സൈഡും ഇതുപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മിററും വെച്ച് കഴിഞ്ഞു. അതിന് ചുറ്റും ഇത് നമ്മൾ മിററിൻ്റെ 4 സൈഡും ഇതുപോലെ വെച്ചേക്കണ കാരണം മിറർ ഊരിപ്പോരത്തില്ല. ഇനിയിപ്പം അത് നമുക്ക് ഡൗട്ടാണ് ഊരിപ്പോരും എന്നുണ്ടെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഫിക്സ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ എളുപ്പം തന്നെ നമുക്ക് ഇതുപോലത്തെ ബോർഡർ ഡിസൈൻ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ചെയ്യാൻ സിമ്പിളാണ്. പക്ഷേ ഈ ഒരു ബാർ ഇത് ചെയ്യാൻ മാത്രം നമുക്ക് കുറച്ച് സമയമെടുക്കും. പക്ഷേ ചെയ്ത് വന്നാൽ ഭയങ്കര കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് ഫുൾ ബോർഡറും ചെയ്യുമ്പോൾ ഈ ഗ്ലാസിൻ്റെ മിററിൻ്റെ ഷൈനിങ് എഫക്റ്റും കളർ കോമ്പിനേഷനും കാരണം നല്ല ഭംഗിയിൽ വരും. ബോർഡർ ഡിസൈനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.